ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മളെ വ്ളോഗ് നമ്മൾ പെരിന്തൽമണ്ണയിലെ മണ്ണാർമലയിലുള്ള ജിസാൻ അഗ്രികൾച്ചർ പാർക്കിക്ക് പോണ ഒരു വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ അങ്ങോട്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോണത്. അപ്പോൾ വഴിയൊന്നും അറിയില്ല. അപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കിയാണ്ടാണ് പോണത്. ഇനി ഇതന്നെയാണോ കറക്റ്റ് റോഡെന്ന് അറിയില്ല. വഴിയൊക്കെ ഭയങ്കര മോശമാണ്. അങ്ങോട്ട് പിന്നെ അവരെ തന്നെ ജീപ്പ് സർവീസൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വണ്ടി നല്ല റോഡുമേ നിർത്തിങ്ങാണ്ട് പിന്നെ ഇങ്ങനെ ജീപ്പിൽ പോകണമെന്നുണ്ട്. പോകാൻ വിളിച്ചാൽ ജീപ്പ് വരികയൊക്കെ ചെയ്യും. അങ്ങനെ പോകണവരുണ്ട്, കുറേ ആൾക്കാർ അങ്ങനെ പോരുന്നവരുണ്ട്. മെയിൻ റോഡുമേ വണ്ടി നിർത്തിങ്ങാണ്ട് പിന്നെ ഓരോ ജീപ്പിൽ പോകണവരുണ്ട്. പിന്നെ അവിടുന്ന് മടങ്ങുമ്പോഴും അവരെന്നെ അങ്ങോട്ട് ആക്കി തരും. ഇതാണ് കേട്ടോ പാർക്കിൻ്റെ ഫ്രണ്ട്. അകത്തോട്ട് കയറുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു കിങ് കോങ്ങിൻ്റെ പ്രതിമയും കാണാൻ കഴിയും കേട്ടോ. ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഞങ്ങൾ ഉള്ളിൽ കയറി. അവിടെ ചെന്ന് ആദ്യം തന്നെ ഞങ്ങൾ അനിമൽസിനെ കാണാനാട്ടോ കയറിയത്. അപ്പോൾ നമ്മൾ ഐസോന് എല്ലാത്തിനെ കാണുന്നത് ഇഷ്ടമാണ്. എല്ലാ ജന്തുക്കളെ കണ്ടാലും ഒക്കെ പിടിക്കണം. റിഞ്ചോസിനാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് എല്ലാത്തിനെ കാണുന്നത്. കുട്ടിൻ്റെ കൈ വെച്ചെടുക്കും. കുഞ്ചുസേ കടിച്ചിട്ടാണ് കയറുന്നത്. ഇനി എനിക്ക് ഉമ്മത്താ ഉമ്മത്തളി ഇതിനെ കാണാൻ എലിയെ പോലെ തോന്നിച്ചു. പക്ഷെ ഇത് എലിയല്ല, മുള്ളൻപന്നീൻ്റെ ദേഹത്തുള്ള മുള്ള് പോലെ ഒരു സംഭവമുണ്ട്. പക്ഷെ ഇത് മുള്ളൻപന്നി അല്ല എന്നാണ് പറയുന്നത്. ഇഗ്വാനനെ എനിക്ക് പേടിയാണ്ട് ഞാൻ അതിനെടുത്തില്ല കേട്ടോ. അതിന് കാക്ക് മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിനെ പിടിക്കാൻ വേണ്ടിയിട്ടോ ഐസ് കിടന്ന് കരയുന്നത്. ഇവിടെ പാർക്കിനകത്തേക്ക് കയറാൻ വലിയവർക്ക് 70 രൂപയും കുട്ടികൾക്ക് 40 രൂപയാണ് കേട്ടോ. പിന്നെ ഇത് ഈ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടുള്ള വേറെ സെക്ഷനാണ്. അപ്പോൾ ഇവിടേക്ക് മുതിർന്നവർക്ക് മാത്രം മതി 50 രൂപ. കുട്ടികൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാനായിട്ട് വേണ്ട. എടുത്തു കുത്തി എടുത്തു വെയിലാണ്. അതിനെ പൊടിച്ചൊക്കെ ചെയ്യാ. എല്ലാവരും പാമ്പിനെടുക്കുന്നതായി കണ്ട് ഞാനൊന്ന് പാമ്പിനെടുത്ത് തോളിലിട്ടു കേട്ടോ. അപ്പോൾ എല്ലാവരും കരുതലുണ്ടാവും ശേഷമെന്ന് വീണ ചെറിയത്. എനിക്ക് ഭയങ്കര പേടിയാണ്. എൻ്റെ ഉള്ളിൽ ഭയങ്കര പേടിയുണ്ട്. പേടിയിലാണ് ഞാൻ കയറി ചിരിക്കണം കേട്ടോ. ഇതൊരു കുന്നിൻപുറത്താണ് കേട്ടോ ഈ പാർക്ക് വരുന്നത്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാലേ നല്ല വ്യൂ ആണ് താഴത്തേക്ക് കാണാൻ. നല്ല ഭംഗിയാണ്. ഫാമിലിനെയും കൊണ്ടൊക്കെ വന്ന് ആസ്വദിക്കേണ്ട പാർക്കാണ് കേട്ടത്. അപ്പം നമ്മളെ മലപ്പുറം ജില്ലയിലുള്ളവർ എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. ഇവിടെ പിന്നെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ല സൗകര്യമാണ്. നമ്മൾ ചെന്നപ്പോൾ കുറച്ചൊക്കെ തിരക്കൊക്കെ ഉണ്ടായിരുന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ കേട്ടോ അവിടെ പാർക്കിൻ്റെ ടൈം കാണിക്കുന്നത്. പിന്നെ നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി നമുക്ക് നല്ല കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സുഖമാണ് അവിടെ ഇരിക്കാൻ. റിഞ്ചൂസിന് പിന്നെ പാർക്കായാൽ മതി. പാർക്കൊക്കെ പോകാൻ പറയുന്നത് അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്.
ഏ ഐസൂനെ പിന്നെ ഏത് റൈഡ് കയറ്റിയാലും അതിൽ നിന്ന് പിന്നെ ഇറക്കാൻ പറ്റൂല. ഇറക്കിയാൽ പിന്നെ അവൾ ഭയങ്കര കരച്ചിലേക്കാരം. അപ്പത്തിന് പിന്നെ അടുത്ത റൈഡ് കൊണ്ടുപോയി കയറ്റിലാണ്. പൊട്ട് അവിടെ പിന്നെ പൂളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പിന്നെ അതിനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുപോകാത്തതുകൊണ്ട് നമ്മൾ അതിനൊന്നും ഒരുങ്ങിയിട്ടില്ല. അവിടെ ഇനിയും കുറേ കാര്യങ്ങൾ കാണാനൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് നേരെ ഇരുത്തിയത് കൊണ്ട് നമുക്ക് ഡ്രൈവ് ചെയ്ത് കണ്ട് ഇങ്ങോട്ട് എത്താനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മൾ അതിമക്കൊന്നും കയറിയില്ല. കുറേ റൈഡുകളുണ്ട് അവിടെ. അപ്പോൾ അതൊന്നും നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.